ഹലോ നമസ്കാരം. ഹൈദരാബാദിലേക്ക് ഇപ്പോൾ എല്ലാവരും പ്രിയപ്പെട്ട യാത്രകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രേമലു സിനിമ ഇറങ്ങിയ ശേഷം ഞങ്ങളുടെ ഹൈദരാബാദ് യാത്ര തിരുവല്ലയിൽ നിന്നാണ് ആരംഭിച്ചത്. കേരളത്തിൽ നിന്ന് ഒരു ട്രെയിനാണ് നമുക്ക് ഹൈദരാബാദിലേക്കുള്ളത്. ശബരിയാണ് ട്രെയിനിൻ്റെ പേര്. ദിവസവും സർവീസ് നടത്തുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം 1 മാസം മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈദരാബാദിലെത്തി ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരുപാട് റൂമുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ അവിടെ നിന്ന് ഫ്രഷപ്പായി ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ 1500 മുതൽ AC റൂമൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ കിട്ടും. ഞങ്ങൾക്ക് ഹൈടെക് സിറ്റിയിലായിരുന്നു ഹോട്ടലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഹൈടെക് സിറ്റിയിലേക്ക് ഊബർ എപ്പോഴും അവൈലബിൾ ആണ്. ഞങ്ങൾ ഊബർ വിളിച്ചു, ഹൈടെക് സിറ്റിയിൽ ചെന്നു, ഹോട്ടലിൽ കയറി ചെക്കിൻ ചെയ്തു, ഒന്ന് ഫ്രഷായി. അത്യാവശ്യം ചൂട് പൊതുവേ കുറവായിരുന്നു ഹൈദരാബാദിൽ. ചൂടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കേരളത്തിൽ അത്രയും ഹ്യൂമിഡിറ്റി അവിടെ അനുഭവപ്പെടാറില്ല. ഹൈടെക് സിറ്റിയാണ് മസ്റ്റായിട്ട് പ്രേമലുവിൻ്റെ ലൊക്കേഷനിലെല്ലാം നമ്മൾ കണ്ടതും കാണേണ്ടതും ഒരു സ്ഥലം അവിടെയാണ്. വൈകുന്നേരം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നേരെ ബിർള മന്ദിറിലേക്കാണ് പോയത്. അവിടെ മസ്റ്റായിട്ട് കാണേണ്ട ഒരു കാഴ്ച ബിർള മന്ദിർ തന്നെയാണ്. അപ്പോൾ മാംഗോ ജ്യൂസൊക്കെ 10 രൂപയാണ്. സ്ട്രീറ്റ് ഫുഡ് ഒരുപാട് കിട്ടുന്നൊരു സ്ഥലമാണ് ഹൈദരാബാദ്. 30 രൂപയ്ക്കൊക്കെ നമുക്ക് പൊറോട്ടയും കറിയും എല്ലാം കിട്ടും. മട്ടനൊക്കെ 250 രൂപയാണ് കിലോ അവർ ഈടാക്കുന്നത്. അതുപോലെ അവിടെ മട്ടൺ ഹാലിം പെരുന്നാളിന് മാത്രം കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഞങ്ങളത് ട്രൈ ചെയ്തിരുന്നു. ഇതാണ് പ്രേമലുവിൽ കാണിച്ച ലുംബിനി പാർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ പരിസരത്തിലൂടെയൊക്കെ യാത്ര ചെയ്ത് നേരെ ഞങ്ങൾ ബിർള മന്ദിറിലേക്ക് എത്തി. ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചാണ് അകത്തേക്ക് കയറിയത്. കുറച്ചധികം നടക്കാനുണ്ട് ബിർള മന്ദിറിൻ്റെ മുകളിലേക്ക്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഹൈദരാബാദിൻ്റെ ഏകദേശം നല്ലൊരു വ്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയും. പൂർണ്ണമായും മാർബിൾ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ബിർള മന്ദിർ. പക്ഷേ നമുക്ക് മൊബൈലോ ക്യാമറയോ ഒന്നും അതിൻ്റെ അകത്ത് അലോഡല്ല. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് തിരിച്ച് നേരെ റൂമിലേക്ക് മടക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം അതിമനോഹരമായൊരു വ്യൂ ഒക്കെയാണ് ഇവിടെ. ബാക്കി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഒരു ചായയും കുടിച്ച് നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്.